ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ +1 ഫിസിക്സ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ വീഡിയോ ആണ് IPS എജു പോയിന്റ് വഴി നിങ്ങൾക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയും ഏതൊക്കെയാണ് 5 സ്റ്റാർ, ഏതൊക്കെയാണ് 3 സ്റ്റാർ, ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടത് എന്നെല്ലാം. ഇതിനകത്ത് A+ അല്ല അതിനപ്പുറവും നേടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല ഇതിനകത്തെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്, ബാക്കി ചാപ്റ്റേഴ്സ് നെക്സ്റ്റ് പാർട്ടിൽ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ, ഹൈപ്പ്, വ്യൂസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അടുത്ത പാർട്ട് കൂടി ഉടനെ തന്നെ അപ്ലോഡ് ആക്കും. കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് വ്യൂസ് വരുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സപ്പോർട്ട് വേണം. കാരണം ഒരുപാട് ടൈമും എഫേർട്ടും എനർജിയും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം അതാണ്. അപ്പോൾ അതാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനകത്ത് ഞാൻ വെയിറ്റേജുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറയാം. 2024-ലും 2025-ലും ഒരു വെയിറ്റേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അതിനകത്ത് നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടത് എന്നുള്ള രീതിയിലല്ല. വെയിറ്റേജ് നോക്കിയിട്ട് മാത്രമല്ല മറ്റൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. നേരത്തെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും പക്ഷേ മോഡലിലോട്ട് വന്നപ്പോൾ കാര്യങ്ങൾ ഇത്തിരി അതിനകത്ത് എന്തായിട്ടുണ്ട്, ഇത്തവണ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ്, അത് +2-ലും അങ്ങനെ ബയോളജിയിലടക്കം അതിനകത്ത് വന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷേ നമുക്ക് ആസ് യൂഷ്വൽ തന്നെ വരുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പം കുറവാണെന്ന് വിചാരിച്ച് മോഷൻ 1 ഡയമെൻഷൻ ഒന്നും പഠിക്കാണ്ട് പോകേണ്ട, പെട്ടുപോകും. അത് എനിക്ക് തോന്നുന്നത് പഴയ പാറ്റേണിൽ തന്നെ മാറി വരും. മനസ്സിലായില്ല? കാരണം അതൊക്കെ ഒരു വലിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് അതിൽ ആ പ്രൊപ്പോഷൻ വരുമെന്ന് തന്നെ നമുക്ക്. അല്ലാണ്ട് മോഷൻ ഇൻ 1 ഡയമെൻഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, 3 മാർക്ക്. നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും അങ്ങനെ വരില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ആ പഴയ പാറ്റേൺ തന്നെ അതിനകത്ത് എന്ത് ചെയ്യാം നോക്കിയിട്ട് അതിനകത്ത് പോവുക. അതിൽ വലിയ മാറ്റം വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ന് വെച്ച് മോഷൻ ഇൻ 1 ഡയമെൻഷൻ അതിനകത്ത് പഠിക്കാണ്ട് പോകണ്ട. എന്തായാലും ഇനി ഈ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടപടലം പൊട്ടിയവരെ വരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ മുൻ വർഷങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് ആദ്യം കാണിക്കാം. കാരണം പഠിക്കാൻ കഴിവുള്ളവർക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് കൊടുത്താൽ അവരങ്ങ് പഠിച്ചോളും. എന്നാലോ ബിലോ ആവറേജ് ആയിട്ടുള്ളവരെ നമ്മളത് കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കി പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്കത് മനസ്സിലാകുള്ളൂ. അങ്ങനെ നമ്മൾ 6 മാർക്കുമായിട്ട് ഒരു കൊല്ലം പഠിച്ചിട്ട് 6 മാർക്കൊക്കെ കിട്ടിയവരെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് 10, 12, 15 ഒക്കെ ക്ലാസ്സുകൾ കൊണ്ടാണ് പലരെയും നമ്മൾ ഈ ഒരു മികച്ച മാർക്കിലോട്ട്, അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച സ്കോറിലോട്ട് എത്തിച്ചിട്ടുള്ളത്. നോക്കുക നിങ്ങൾ, ഇവർ ഫെയിലായി വന്ന ഒരു സ്റ്റുഡൻ്റാണ്. +1 ഫിസിക്സിൽ 16 കിട്ടിയിട്ട് ഫെയിലായിട്ട്. +2 ഫിസിക്സ് ഭയങ്കര ടഫാണ്. +2 ഫിസിക്സ് എന്നല്ല, ഓൾമോസ്റ്റ് സബ്ജക്റ്റുകളെല്ലാം +2-ലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താവും, ടഫായിട്ട് തോന്നും. അതുകൊണ്ട് +1 നന്നായിട്ട് പഠിച്ചോളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നിട്ട് ഇവർ ഫെയിലായി വന്നിട്ട് സാറേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവർ 2 സബ്ജക്റ്റ് ഫിസിക്സും കെമിസ്ട്രിയും ഫെയിലായിരുന്നു. അപ്പം അതിനകത്ത് ഫിസിക്സിൽ കണ്ടവർ ടഫായിട്ടുള്ള +2 ഫിസിക്സിലെ 40 അറൗണ്ട് മാർക്കിലോട്ട് ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അതും വളരെ കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട്. മനസ്സിലായില്ല? അത് നമ്മൾ കോഡുകളും ട്രിക്കുകളും ആക്കി പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ 14, 32, 17, 30, 27 അങ്ങനെ ഒത്തിരി കേസുകൾ. ഇവരൊക്കെ ഒരുപാട് പലരും ലേറ്റ് ആയിട്ടാണ് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇവരൊക്കെ ഈ മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവരൊക്കെ റിസൾട്ട് വന്നപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞതേ കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയതെങ്കിൽ കുറച്ചധികം മാർക്ക് കിട്ടിയനെ എന്നുള്ളൊരു സന്തോഷം അവർ നമ്മുടെ അടുത്ത് പങ്കുവെച്ചത്. ഇവരൊക്കെ അഡ്ഡപടലം പൊട്ടിയ ഒരു കേസാട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇതിലോട്ട് പോകാം. അപ്പോൾ ഇവരൊക്കെ അഡ്ഡപടലം പൊട്ടിയവർ വരെ. അപ്പോൾ നമ്മുടെ +2 എന്തുണ്ട്, +2 ബാച്ചസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡെമോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് കൊള്ളാം, മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വളരെ സിമ്പിളാക്കിയിട്ട് ചായക്കടയിലെ കാക്കാക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് സിമ്പിളാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസൾട്ടുകൾ നമുക്ക് വന്നിട്ടുള്ളത്. +1 ഫിസിക്സിൽ 8 മാർക്കാണ്, +2-ൽ 5 അഡ്ഡപടലം പൊട്ടിയിട്ട് കെമിസ്ട്രിയും പൊട്ടി, ഫിസിക്സും ഫെയിലായി. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് 10-12 ക്ലാസ്സുകൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച സ്കോറിലോട്ട് എത്തിക്കാൻ സാധിച്ചത്. ഇതിനി നമ്മുടെ ബാച്ചിലെ ഒരു കേസ് പറയാം. മറ്റേത് ഞാൻ ബാച്ചിലെ റിസൾട്ടുകളാണ്. ഇത് ബാച്ചിലെ കേസ് പറയുമ്പോഴും ഇവരും ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇന്നിപ്പം SSLCയിലൊക്കെ അതിനകത്ത് ഓൾമോസ്റ്റ് എഴുതി എല്ലാവർക്കും A+ ഒക്കെ കിട്ടുന്ന ഒരു സമയമല്ലേ മോസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അതിനകത്ത് പക്ഷേ ഇവർ അതിനകത്ത് മിനിമം A+ ഉള്ളൊരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ 3-4 A+ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മിനിമം A+ അല്ലേ. എന്നിട്ട് പോലും കണ്ടോ അവർ ഫിസിക്സിലെ +1-ൻ്റെ അവരുടെ റിസൾട്ടാണ്. ഫിസിക്സിൽ റിവാലേഷൻ അപ്ലൈ ചെയ്തു, A+ ആയി. കെമിസ്ട്രിയിൽ അറൗണ്ട് ഫുൾ മാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്, 56-ലോട്ട്. ബയോളജിയിൽ വീണ്ടും കൂടി അറൗണ്ട് ഓൾമോസ്റ്റ് ഫുൾ മാർക്കിൻ്റെ അടുത്തെത്തി. മാത്സ് ഇവർ സ്കൂളിൽ ഒരു മാത്സ് ഇല്ല കേട്ടോ, ഒരു മാത്സ് ഉള്ള സ്ട്രീമല്ല, ഒരു ലാബ് റിലേറ്റഡ് ആയുള്ള സ്ട്രീമാണ്. മാത്സ് ഇവർ ചുമ്മാ ഭാവിയിൽ ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചവർക്ക് പുറത്തുനിന്ന് മാത്സ് പഠിക്കാം, എന്നിട്ട് പരീക്ഷ എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. മാത്സ് നമ്മുടെ ബാച്ചിൽ ജസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ജോയിൻ ആയി. വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് പഠിച്ചിട്ട് പോലും ഈ ഒരു സ്കോറിലോട്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാലോ ഞാൻ അറിയുന്ന ഒരുപാട് പേര് ഞാൻ സംസാരിച്ചപ്പോൾ SSLCയിലൊക്കെ ഫുൾ A+ ഉണ്ടായിരുന്നിട്ടും +1-ലൊന്നും ഒരു സയൻസ് സബ്ജക്റ്റിൽ പോലും A+ നേടാൻ സാധിക്കാത്ത ഒരുപാട് പേരെ എനിക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾ +2-ലെ ആ ഒരു വൈബിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.
70 പ്ലസ് ടുവിലോട്ട് 77 ഇതിനകത്ത് ഇവിടെ 77 36 70 70 45 ആണ് നമ്മുടെ നമ്പർ. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതിലെ ഈ ഒരു ഞാൻ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ പെൻഡുലമാണ്. ഇതിനകത്ത് ഓരോ ക്വസ്റ്റിനും പറഞ്ഞു പോകാൻ വീഡിയോ ഭയങ്കര ലെങ്ത് ആണ്. ഇത് റെൻഡറായി വരുമ്പോഴേക്ക് തന്നെ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, പെൻഡുലത്തിൻ്റെ ആ ഒരു ഡെറിവേഷൻ കേട്ടോ. ടൈം പീരീഡ് ഇത് ഓസിലേഷനിലല്ല, ഇവിടെ ഇത് ഡയമെൻഷൻ വെച്ച് ഡിറൈവ് ചെയ്യാനാണ്. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമാണ്. ഓസിലേഷനിലും പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് വരുന്നുണ്ട്, പക്ഷേ അത് ഡെറിവേഷൻ വെച്ചിട്ടല്ല, അത് ഡയമെൻഷൻ വെച്ചിട്ടല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഡയമെൻഷൻ വെച്ചിട്ട് ഭയങ്കര ഒരു 5 സ്റ്റാർ കാറ്റഗറിയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി പോകണേ, ഇത് നോക്കാതെ പോകരുത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ് ഇതിലെ ഒരു 5 സ്റ്റാർ കാറ്റഗറി എന്നേ. നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ഇത് പഠിച്ചിട്ട് പോകണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കും. അതുപോലെ തന്നെ ഹാഫ് MV² MGH ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ച് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നോക്കാണ്ട് നിങ്ങൾ പോകുകയെ വേണ്ട. SI യൂണിറ്റ് അതിൻ്റെ സിമ്പൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുക. സിമ്പലൊക്കെ ചോദിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോ നമ്മളെല്ലാം നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കല്ലേ. ഒപ്പം അതിനകത്ത് ഹൈപ്പ് സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് വലിയ സപ്പോർട്ട്. അപ്പം ഇതിനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, ഇതിനകത്ത് S=UT + ½ AT² അതിൻ്റെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ UT നിങ്ങൾക്ക് കാണുന്നില്ല, UTയുടെ ഡയമെൻഷൻ, അതുപോലെ തന്നെ X അതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫൈനലി നമുക്ക് എല്ലാത്തിനും എന്താണ് ഒരേ ഡയമെൻഷനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ നമുക്കതിനകത്ത് ഇത് ചോദിക്കാം, കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷനലി അതിൻ്റെ ഡെറിവേഷൻ അതിനകത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ ഹാഫ് MV² എന്നുള്ള സംഭവം. പക്ഷേ നമുക്ക് KMV² വരെ നമുക്ക് എത്തും. പക്ഷേ ഹാഫ് പിന്നെ നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ടെത്തിയ സംഭവം എന്ന് പറഞ്ഞിട്ട് അതങ്ങ് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇതിനകത്ത് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതെല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 1 മാർക്കാണെങ്കിലും ഗ്രാവിറ്റേഷൻ്റെ കോഡ് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ MLT ഗ്രാവിറ്റേഷൻ്റെ കോഡ് ഞാൻ പറയാം. ആദ്യം M എഴുതുക, L എഴുതുക, T എഴുതുക. എന്നിട്ട് G ഗ്രാവിറ്റേഷൻ ഇങ്ങനെ പാസ് ചെയ്യിപ്പിക്കാം. GLയുടെ ഫസ്റ്റ് പോകുന്നത്, അപ്പോൾ 1. പിന്നെ ഗ്രാവിറ്റേഷൻ ഇങ്ങനെ വരിക, അപ്പോൾ 2. പിന്നെ Lലേക്ക്, അപ്പോൾ G എഴുതുന്നത് ഇങ്ങനെയല്ലേ. പിന്നെ Lലേക്ക് അപ്പോൾ 3. Lനെ ക്രോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പ്ലസ്, മറ്റതിനൊക്കെ മൈനസ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ട്രിക്കുകളും കോഡുകളൊക്കെ ഗ്രാവിറ്റേഷൻ ഇനി ഒരിക്കലും മറക്കില്ല നിങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ അത് സമയം പോകത്തുമില്ല. അപ്പോൾ ഇതുപോലെ അങ്ങനെ ട്രിക്കുകളും കോഡുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇതുപോലെ ഇതിനകത്തെ ഡയമെൻഷണൽ അനാലിസിസ് ചോദിക്കാട്ടോ. ഒരു 3 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റൻ ആണ്, പഠിച്ചു വെച്ചോളൂ. ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ, കറക്റ്റ് ആണോ എന്ന് ഇക്വേഷൻ ചെക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാൻ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോയിക്കോളൂ. ആങ്സ്ട്രം, ഫെർമി, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് ഇയർ, ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അതൊക്കെ നോക്കിയോട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. ആംഗിൾ അതുപോലെ തന്നെ രണ്ടും ഇല്ല, സ്ട്രെയിൻ, അങ്ങനെയൊക്കെ ചോദിക്കാം. അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡീഷണലി ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇതിപ്പം V² ആണ്, അതിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാനാണ്. V²ൻ്റെ അപ്പം വരിക LT-1ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഇതൊക്കെ അതിനകത്ത് വേണമെങ്കിൽ ചോദിക്കാം. ഫോഴ്സിൻ്റെത് എന്താണ്? M×V²/R ആണ്. അപ്പോൾ അത് മാസ് ആണ്. V²/R എന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ സ്ക്വയർ വെച്ച് വരുമ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാമല്ലോ, MLT-1 ആണ്. MLT-2 ആണ് ഇതിനകത്ത് എന്ത് ചെയ്യുക വരിക, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ മാസ്, വെലോസിറ്റിയുടേത് എന്താണ്? LT-1 ആണ് അതിൻ്റെ സ്ക്വയർ, അടിയിൽ L വരും. അപ്പോൾ ML²T-2/L ഇത് കട്ടാക്കി പോയി കഴിഞ്ഞാൽ MLT-2 വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത് വോളിയമാണ്, ഇവിടെ വെലോസിറ്റി അല്ല കേട്ടോ. വോളിയം ആകുമ്പോൾ L³ ആണ്. ഏരിയ എന്നതിൻ്റെ സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ലെങ്ത് ഇൻറ്റു ലെങ്ത് L² ആണ്. അതിൻ്റെ സ്ക്വയർ × U × T. അപ്പോൾ തെറ്റാൻ പോകേണ്ട തെറ്റ്. ഇതിനകത്ത് L³ ഇവിടെ L5 ആണ് വരിക കേട്ടോ. UTക്ക് LT-1 അല്ലേ, T കട്ടായി പോയി, ഇവിടെ T ആണ്. പിന്നെ അപ്പോൾ L5 ആണ് ഇതിനകത്ത് വരിക, 4ഉം 5ഉം. അപ്പോൾ ഇത് ഈക്വൽ അല്ല, ഡയമെൻഷനലി ഈക്വൽ അല്ല സംഭവം. പിന്നെ അതിനകത്ത് റെസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ സ്പ്രിങ്, അത് നിങ്ങൾക്ക് നോക്കി വെക്കാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് K. അപ്പം F=−KX എന്നാണ്. എഫിന് എന്താണ്? MLT⁻⁻² ആണ്. പിന്നെ K അവിടെ വെക്കുക. എക്സിൻ്റെത് L ആണ്. അപ്പോൾ L കട്ടിപ്പോയി കഴിഞ്ഞാൽ Kയുടേത് എന്താണ്? MT-2 ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഇതിൻ്റെതും അതുപോലെ ഇതിനകത്ത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. നിങ്ങൾ കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാത്തതിൻ്റെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ ഇവിടെ ഇക്വേഷൻ ഇങ്ങനെയല്ലേ വരുന്നത്, രണ്ടിടത്തും മാസ് വന്നു. അപ്പോൾ പക്ഷേ ഇവിടെ അടിയിലൊരു ഡയമെൻഷൻ വെലോസിറ്റിക്ക് ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ആവണമെങ്കിൽ C² ഇവിടെ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ്. തൽക്കാലം നമ്മുടെ ക്ലാസ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചായക്കടയിലെ കാക്കാക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളാക്കിയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് നമ്മൾ ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പം വേറെ വഴിയില്ല, പെട്ടെന്ന് ഇതിനകത്ത് പറഞ്ഞു പോവുകയാണ്. സോ നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ഇത് നിങ്ങളിപ്പം ടൈം എന്താണ്? മാസിൻ്റെ A ആണ്, R റേഡിയസിനനുസരിച്ച്, പിന്നെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് C അനുസരിച്ച് അങ്ങനെ കൊടുത്തിട്ട് ചെയ്ത് ഡിറൈവ് ചെയ്ത് എടുക്കാനുള്ളതാണ്. എന്തായാലും അതും ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. ഓക്കെ, പിന്നീട് ഇതിനകത്ത് ഇതിൻ്റെ ഒക്കെ ഡയമെൻഷൻ നോക്കുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കുക.
സോ പിന്നീട് SI യൂണിറ്റ് ഇലക്ട്രിക് കറണ്ടിൻ്റെ എന്താണ്, പ്ലെയിൻ ആംഗിളിൻ്റെ എന്താണെന്ന് നോക്കി വെക്കുക. കറണ്ട് നമുക്ക് ആംബിയർ അറിയാം, പ്ലെയിൻ ആംഗിൾ അതിനകത്ത് റേഡിയൻ അറിയാം. പിന്നെ ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നോ ഡയമെൻഷൻ പക്ഷേ യൂണിറ്റ് ഉണ്ടാകാം, ഉണ്ടല്ലോ, നമുക്ക് ആംഗിളൊക്കെ ഉണ്ടല്ലോ, റേഡിയൻ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇത് y = UT + ½ JT² ആണ്. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. x = UT - ½ AT² അല്ലെങ്കിൽ ½ JT² എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് ഇവിടെ y എന്നായിരുന്നേ ഉള്ളൂ, അല്ലാതെ സെയിം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഇനി നമ്മൾ മോഷൻ ഇൻ 1 ഡയമെൻഷനിലോട്ട് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി വെക്കുക എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫാൾസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളതെല്ലാം ഇതിനകത്ത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഡിസ്റ്റൻസ് 2πr ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, അതേ പോയിന്റിലേക്ക് തന്നെ വന്നാൽ എന്താണ്, 0 ആണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിനകത്ത് അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പിന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ആവറേജ് സ്പീഡ് കാണാൻ, ആവറേജ് വെലോസിറ്റി കാണാൻ, അതെല്ലാം അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഇത് പിന്നെ ഇതിനകത്ത് ഇത് ഞാൻ സ്റ്റാർ ഒന്നും പറയില്ല കേട്ടോ, പക്ഷേ ഇതൊക്കെ ഇതിനകത്ത് 3 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറിയിലാട്ടോ, ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണേ. പിന്നെ ഇത് അതിനകത്ത് ജസ്റ്റ് നോട്ട് ഇതുപോലെയൊന്നും ഇത് ഒരിക്കൽ ചോദിച്ചതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവിലേക്ക് വരുന്നത് ഏതാണ്, പോസിറ്റീവിലേക്ക് വരുന്നത് -10 നിന്ന് +15 കണ്ടില്ലേ, ഇതിങ്ങനെ ഇങ്ങോട്ടേക്കല്ലേ ഡയറക്ഷൻ, പക്ഷേ ബാക്കി എല്ലാം വരുന്നത് പിറകോട്ടേക്കാണ്, റിവേഴ്സ് ഡയറക്ഷനാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ അത് സംഖ്യാരേഖ കൊടുത്താൽ ഇത് 2 നിന്ന് 1 ഇത് ഫസ്റ്റ് ഇനീഷ്യൽ ആൻഡ് ഫൈനലാണ്. അപ്പോൾ 2 നിന്ന് 1 പോകുന്നത്, അപ്പം ഇത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇത് 2 നിന്ന് -5 അപ്പോഴും അതും ഇങ്ങോട്ടേക്കാണ്. ഇത് -5 നിന്ന് -12 അപ്പോൾ അതും ഇങ്ങോട്ടേക്കാണ്. പക്ഷേ ഇത് -10 നിന്ന് +ലേക്കാണ്, അപ്പോൾ അത് അങ്ങോട്ടേക്കാണ്, അപ്പോൾ അത് പോസിറ്റീവ്. അത്രയേ ഉള്ളൂ. സോ യൂണിഫോം മോഷൻ്റെ ഡെഫിനിഷൻ സംഭവങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ വിട്ടു പോകണ്ട, വളരെ പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. പിന്നെ VT ഗ്രാഫ്, അതിനകത്ത് പൊസിഷൻ ടൈം ഗ്രാഫിൽ അതിനകത്ത് എങ്ങനെയാണ് VT ഗ്രാഫ് ചോദിക്കാം, XT ഗ്രാഫ് ചോദിക്കാം. അപ്പോൾ XT ഗ്രാഫിൽ ഇത് യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റന്റ് വെലോസിറ്റിയുടെ ഗ്രാഫാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 0 ആക്സലറേഷൻ വേണമെങ്കിൽ ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഫാളിംഗ് ബോഡിയിൽ ഇതിനകത്ത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഗ്രാവിറ്റിയിൽ ഫോളോ ചെയ്യുന്ന ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം, അതിൻ്റെ ഫോർമുല കാര്യങ്ങൾ പഠിക്കുക. അതൊക്കെ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആവറേജ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ, ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് വെലോസിറ്റി ടൈം ഗ്രാഫ് ചോദിക്കാം. യൂണിഫോം ആണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുക. അതിപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ യൂണിഫോം വെലോസിറ്റിക്ക് ചോദിച്ചാലും അതായത് ഇങ്ങനെയാണ്, ഇങ്ങനെ യൂണിഫോം ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്, ഇങ്ങനെ വരച്ചാൽ മതി, മനസ്സിലായില്ലേ. യൂണിഫോം ആക്സലറേഷൻ ആകുമ്പോൾ VT ഗ്രാഫ് ഇങ്ങനെയാണ്, ആ രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാവുന്നതാണത്. അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ, യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ VT ഗ്രാഫ് ഇങ്ങനെ. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് VT ഗ്രാഫ് ചോദിക്കും. സിഗ്നിഫിക്കൻസ് ഓഫ് VT ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ലോപ്പ് എന്താണ്, ആക്സലറേഷൻ തരും, അതുപോലെ തന്നെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് തരും. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിലെ 5 സ്റ്റാർ കേട്ടോ, ഏറ്റവും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്, ഒരിക്കലും വിട്ട് കളയരുത്. ഡെറിവേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്, അതൊന്നും പറയാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അവസാനം വെച്ച് പഠിക്കാൻ നിൽക്കരുത്, ആദ്യം തന്നെ എന്ത് ചെയ്യുക, 1 by 1 പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതൊക്കെ നമുക്കറിയാം. ഇനിയിപ്പം നിങ്ങൾ അതിനകത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയുള്ള സമയം നിങ്ങൾ മാക്സിമം എഫക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കുക. ഇതെന്താണ്, പൊസിഷൻ ടൈം ഗ്രാഫാണ്, ഇതെന്ന് വെലോസിറ്റി ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെലോസിറ്റി അതൊന്ന് കണ്ടിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടിട്ട് വെലോസിറ്റി എഴുതിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ അതിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഇത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഏരിയ ആണ്, ഇത് നെഗറ്റീവ് ഏരിയ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മൊത്തത്തിൽ എന്തായി വരും, 0 ആയി വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിന്റെ ഗ്രാഫ് ആക്കിയിട്ട് വരയ്ക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ചുമ്മാ വരച്ചിട്ട് ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം കൊടുത്തിട്ട് ഇതാ ടൈം 2 ആകുമ്പോൾ വെലോസിറ്റിയും 2, അപ്പോൾ ഇതാ 2 2 ഇവിടെ. ഇനി ടൈം 4 ആകുമ്പോൾ വെലോസിറ്റിയും 4, അപ്പോൾ 4 4 അങ്ങനെ കറക്റ്റ് സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കാം, മനസ്സിലായില്ലേ. ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നീട് ഈ ഒരു കേസിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ മുകളിലോട്ട് എറിയാണ്. അപ്പോൾ എറിയുന്ന സമയത്ത് പോസിറ്റീവാണ്, മുകളിലോട്ട് പോസിറ്റീവാണ് എടുക്കുന്നത്, താഴേക്ക് നെഗറ്റീവ്. അപ്പോൾ വന്ന് മുകളിലെത്തുമ്പോൾ അത് 0 ആകുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ പിന്നെ അത് തിരിച്ച് റിവേഴ്സിൽ എന്ത് വരും, ഇങ്ങോട്ടേക്ക് വരും, വീണ്ടും താഴെ അതേ പോയിന്റിലെത്തുമ്പോൾ എന്താവും, അത് -100 ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് +100 ആണ്, ഫൈനലി അത് -100 എത്തും, അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തും. പിന്നെ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയാസ് കണ്ട് കൂട്ടിയാൽ മതി. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ 0 ആയിരിക്കും, കാരണം ഇത് പോസിറ്റീവ് ഏരിയയും ഇത് നെഗറ്റീവ് ഏരിയയുമാണ്. അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിങ്ങനെ ചോദിക്കാറുണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ കാണാൻ. അപ്പോൾ ഈ കേസിൽ എന്താണ്, ഇതിൻ്റെ ഏരിയ എടുത്ത് കൂട്ടുകയാണ്.
അപ്പോൾ ഇതേ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ അവിടെ സെയിം ആയിട്ടാണ് വരിക. കാരണം എന്താണ്, പോസിറ്റീവിലാണ് കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഇവിടെയും ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക 5 to 15 ഇടയിലുള്ള ചോദിച്ചിട്ടോ, അല്ലാണ്ട് ഫുള്ളല്ല. അപ്പോൾ ആ ഒരു ഏരിയ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇക്വേഷൻസ് ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നുള്ള ഇതൊക്കെ അതിൻ്റെ തിയറിയാണ് കേട്ടോ. നമ്മൾ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആകും, പക്ഷേ ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും -g ആയിരിക്കും, താഴേക്ക് ഉണ്ടാകും. പിന്നെ അതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ പറയുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഭയങ്കര ഒരു 5 സ്റ്റാർ കാറ്റഗറി ആട്ടോ, പഠിക്കാതെ പോകേണ്ട. വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് സംഭവം. പിന്നെ ഇനി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, ആക്സലറേഷൻ ടേംസ്, അതിനകത്ത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ എക്സ്പ്രഷൻ, അതും ഡെറിവേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു 3-4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റൻ ആണ്. 5 സ്റ്റാറിലോട്ട് തന്നെ പഠിച്ചു പോയിക്കോളൂ. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് S UT + ½ AT². പിന്നെ അതേപോലെ തന്നെ V U + AT ഡെറിവേഷൻ ചോദിക്കാം. V² U² + 2AS ചോദിക്കാം. അതൊക്കെ പഠിച്ചു പോയിക്കോളൂ. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാനും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ് എഴുതാനും. അപ്പോൾ V എന്താണ്, U - GT ആകും. V² U² - 2GH എന്നുള്ള രീതിയിൽ വരും, ഹൈറ്റ് h എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അവിടെ S UT, H എന്ന് എഴുതിയാൽ മതി. UT - ½ JT² എന്ന് വരും. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതാൻ പറ്റും ഇതിന്. പിന്നെ ഇതിനകത്ത് ഇത് ഡെറിവേഷനാണ് സംഭവങ്ങൾ. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നേരത്തെ 2 ഡെറിവേഷൻ V U + ATയുടെയും V² U² + 2ASൻ്റെയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഡെറിവേഷൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ച് പോകുക. പിന്നെ അതിനകത്ത് അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, പിന്നെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ. ഒന്നുമില്ല, ഇതൊക്കെ ചുമ്മാ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് അല്ലേ. പൊസിഷൻ ടൈം ഗ്രാഫ്. അതെ, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചുമ്മാ അതിനകത്ത് XT ഗ്രാഫ് വരച്ചാൽ മതി. പൊസിഷൻ തന്നിട്ടുണ്ട്, ടൈം 0 ആകുമ്പോൾ 0, 1 ആകുമ്പോൾ ഇതാ പൊസിഷൻ 2 ആണ്, 1 എന്താണ് 2 ആണ്. അപ്പോൾ ഇവിടെ 2 ആകുമ്പോൾ അതാ ടൈം 2 ആകുമ്പോൾ പൊസിഷൻ ഇതാ 4 ആണ്. അപ്പോൾ അങ്ങനെ വരച്ച് വെക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, പിന്നെ അതിൻ്റെ വെലോസിറ്റി കാണാം, അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി, മനസ്സിലായില്ലേ. അപ്പോൾ y/x കാണാം. ദെൻ ഇതിനകത്ത് പിന്നീട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതൊക്കെ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആൻഡ് ന്യൂമറിക്കൽസ് ഇതാ നമ്മൾ ക്വസ്റ്റൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ചിലപ്പം അതിനകത്ത് ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കാം. അപ്പം ഇതൊക്കെ നമ്മളതിനകത്ത് ഞാൻ സ്ലൈഡ് ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് സേവ് ചെയ്ത സമയത്ത് അത് കമ്പ്യൂട്ടറിലൊന്നും ആക്കിയപ്പോഴേ അതിനകത്ത് മാറ്റം വന്നതാണ്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഇതെല്ലാം കംപ്ലീറ്റ് അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഇതിനകത്ത് ഇപ്പം അത് രണ്ടാമത് സേവ് ചെയ്തപ്പോൾ അതിനകത്ത് മിസ്സായി പോയിരിക്കുന്നത്. എവിടെയോ അതിനകത്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് കാണുന്നില്ല. ഇപ്പം ഞാൻ അതിനകത്ത് വേറെ എടുത്ത് സേവ് ചെയ്താണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ അതിൽ എഴുതിയതുണ്ടായിരുന്നില്ല. അതാണ് അതിനകത്ത് പലതും നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ചിലതിന് ഇല്ലാത്തത്. എന്തായാലും നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സംഭവം, ഇതിനകത്ത് ഇനി മോഷൻ ഇന്ത്യ പ്ലെയിനിലോട്ട് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിക്കാണ്ട് പോകേണ്ട, ഹൈറ്റ് പഠിക്കാണ്ട് പോകേണ്ട, അതിൻ്റെ റേഞ്ച് പഠിക്കാണ്ട് പോകേണ്ട, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രിക്കറ്റ് ബോൾ, അതിൻ്റെ ഒരു എന്താ പറയുക, മാക്സിമം ഹൈറ്റ് H U² sin²θ/ 2G എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളെ വെച്ചിട്ട് ഇക്വേഷൻ കൊടുക്കുക. അതൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകുക. പിന്നെ അതിന് ഹൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിൽ എന്തായാലും എന്താണ് നിങ്ങൾ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൈറ്റ്, പിന്നെ നിങ്ങൾ റേഞ്ച്, പിന്നെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ അതൊക്കെ പഠിച്ചു പോകുക. അതൊക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ന്യൂമറിക്കൽസ് ഒക്കെ ഉൾപ്പെടുത്തിയ രീതിയിൽ. അപ്പോൾ അത് നോക്കുക. അപ്പം അതിൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ച്, വാട്ട് ആംഗിൾ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. റേഞ്ച് മാക്സിമം ആകുന്നത് 45 ഡിഗ്രിയിലാണ്. റേഞ്ച് കാണാൻ U² sin 2θ/g എന്നുള്ളത് കൊടുക്കുക. പിന്നെ നൾ വെക്ടർ കാണാനാണ്. എന്താണ് നൾ വെക്ടർ എന്നൊക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ആർബിട്രറി ഡയറക്ഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അത് 0 വെക്ടറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ കിട്ടുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 0 ആണെങ്കിൽ 0 ആണ്. ആ സംഭവങ്ങളൊക്കെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ 0 വരുന്നതും ഒക്കെ എഴുതി വെക്കുക. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B, എന്താണ് ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B എന്ന് പറഞ്ഞാൽ A + B A - B അങ്ങനെ 90 അത് നമുക്കറിയാം, π/2 ആണ് അവിടെ വരിക, മനസ്സിലായി, 90 ഡിഗ്രി. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ട്രജക്ടറി എന്താണ്, പരാബോളിക് ട്രജക്ടറി ആയിരിക്കും. മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് അവിടെ എഴുതിയിട്ടുണ്ട് അതിലെ ക്വസ്റ്റനുകൾ. ഇതിന് അതുപോലെ തന്നെ ജാവലിൻ ഇതിനകത്ത് എറിയുമ്പം അതിൻ്റെ വെലോസിറ്റി എന്താണ്, ആക്സലറേഷൻ എന്താണ് അറ്റ് ഹയസ്റ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണണം, U cos θ വെച്ചിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ ആക്സലറേഷൻ -g ആയിരിക്കും ആ സംഭവമൊക്കെ. പിന്നെ ഈക്വാലിറ്റി ഓഫ് വെക്ടേഴ്സ് എന്താണ് അത് ചെയ്യാൻ. പിന്നെ ഇത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ച് ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ആൻസർ സംഭവങ്ങൾ. പിന്നെ ഇതിനകത്തോട്ട് പോകുമ്പം മാക്സിമം ഹൈറ്റ് ഏതിനായിരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം ഹൈറ്റ് ഏതിനായിരിക്കും എന്നല്ല, അതിൻ്റെ ഡെറിവേഷനാണ്. ഹൈറ്റ് എല്ലായിടത്തും സെയിം ആണ്, പക്ഷേ അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഏതിനാണ്, റേഞ്ച് കൂടിയതിന്. അപ്പോൾ 3 ആയിരിക്കും കൂടുതൽ.
പിന്നെ ഇതിനകത്ത് ഫോഴ്സ് ഇതെന്താണ്, ഇത് നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് ചെയ്യാനുള്ളതാണ്, എഫും ഡിയും തമ്മിൽ. പിന്നെ അതിൻ്റെ മോഡ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാമല്ലോ എഫ് ഡോട്ട് ഡി ബൈ എഫ് ഡി, ഈ മോഡ് എഫ് ഇൻറ്റു മോഡ് ഡി. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പക്ഷേ എന്ത് ചെയ്യാനാണ്, ആംഗിൾ കാണാനുമാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് കാണാനും. അപ്പോൾ റിസൾട്ടൻറ്റ് കാണാനാണെങ്കിൽ √(a²+b²+2ab cos θ ചെയ്യണം. പിന്നെ ഇത് കാണാനും സംഭവം മാക്സിമം ഹൈറ്റ് റേഞ്ച് സംഭവം. പിന്നെ ആംഗിൾ അതിനകത്ത് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ആംഗിൾ ബിറ്റ്വീൻ കാണാൻ എഫ് ഡോട്ട് ഡി ബൈ കോസ് തീറ്റ. എന്നിട്ട് തീറ്റ എന്ത് ചെയ്യണം, തീറ്റ എടുക്കുമ്പം ഈ ഒരു കേസിൽ തീറ്റ എടുക്കുമ്പോൾ നിങ്ങൾ ഫൈനലി കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ആൻസർ എഴുതി വെക്കണേ. പിന്നെ ടോർക്കിൻ്റെ സംഭവമാണ്, ടോർക്ക് അതിനകത്ത് എന്ത് ചെയ്യുക, IJ വെച്ച് ചെയ്യലാണ്, നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കലാണ് IJ. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ R×F ആണ്. അപ്പോൾ ആദ്യം R ആണ് വരുന്നത്, Rന് നിങ്ങൾ എന്ത് ചെയ്യുക 1 -1 1, പിന്നെ എഫ് എന്താണ് 7 3 -5 അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ ലോസ് ഓഫ് മോഷനിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ, F = m ഡെറിവേഷൻ, റീകോയിൽ വെലോസിറ്റി, അതുപോലെ തന്നെ അതിനകത്ത് ഫ്രിക്ഷന് പല ടൈപ്പുകൾ, ബാങ്കിങ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അപ്പോൾ അതിനകത്ത് സർക്കുലർ ലെവൽ റോഡ് അതൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാങ്കിങ് ലെവൽ റോഡ് സംഭവങ്ങൾ. പിന്നെ അതിനകത്ത് ബാങ്കിങ് വിത്ത് ഫ്രിക്ഷൻ, വിത്തൗട്ട് ഫ്രിക്ഷൻ സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ ഇതിനകത്ത് ബുള്ളറ്റ് ഗൺ റീകോയിൽ സംഭവം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനുണ്ടാകും. പിന്നെ ഇതിനകത്ത് ന്യൂട്ടൺസ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഞാൻ ബാങ്കിങ് ഓഫ് ദ റോഡിൻ്റെ ഒരു വീഡിയോ അടിപൊളിയായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അതിനകത്ത് അത് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞാൽ മതി, ഇതിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടേക്കാം ഗ്രൂപ്പിൽ, ഇതിനകത്ത് ഈ ഒരു യൂട്യൂബിൽ. അപ്പം ഇതിനകത്ത് F = m, അത് ഫ്രിക്ഷൻ അതിൻ്റെ ടൈപ്പ്, അത് പഠിക്കാണ്ട് പോകണ്ട കേട്ടോ, ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറിയാണ്. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫ്രിക്ഷൻ പല ടൈപ്പുകൾ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, ഇമ്പൾസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ അതൊക്കെയാണ് ഇതിനകത്ത് ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ വർക്ക് എനർജി പവറിലോട്ട് പോകുമ്പം എന്താണ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്, അതിൻ്റെ പല ഫോഴ്സുകളുണ്ട്. നെഗറ്റീവ് വർക്ക് എപ്പോഴാണ്, സീറോ വർക്ക് എപ്പോഴാണ്, പോസിറ്റീവ് വർക്ക്, അത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് കിട്ടും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് വർക്ക് എനർജി തിയറം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, എക്സാമ്പിൾ, അതിൻ്റെ ഡെഫിനിഷന് കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. വർക്ക് എനർജി തിയറമാണ് ഏറ്റവും ഒരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ. ഇതിൽ വർക്ക് എനർജി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡെറിവേഷനൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ വേരിയബിൾ ഫോഴ്സിന് വളരെ റെയറായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു സ്റ്റാർ കാറ്റഗറി പെടുത്തുന്നില്ല, നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാം ടഫായി കഴിഞ്ഞാൽ ഇങ്ങനെയും അതിനകത്ത് വരാം. സാധാരണ കോൺസ്റ്റൻറ്റ് ഫോഴ്സിൻ്റെ വർക്ക് എനർജി തിയറമാണ്, ഇത് വേരിയബിൾ ഫോഴ്സിൻ്റെ എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിനകത്ത് ഓരോന്നിൻ്റെ ഡയമെൻഷൻ സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഇത് ഓരോ ടൈപ്പിലും ഫ്ലോയിങ് വാട്ടറിന് എന്താണ്, ഏത് ടൈപ്പ് എനർജിയാണ്. ഇപ്പോൾ ഫ്ലോയിങ് ഒക്കെ ആകുമ്പോൾ കൈനറ്റിക് എനർജിയാണ്, മനസ്സിലായില്ല. അപ്പം ഹൈറ്റിലോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി, ആ സംഭവങ്ങളൊക്കെ അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഓരോന്നിൻ്റെയും. ദെൻ kWh യൂണിറ്റ് ആണ്, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് മെക്കാനിക്കൽ, ഇതാണ് ഇതിലെ 5 സ്റ്റാർ. ഫിസിക്സ് ബുക്ക് തുറന്നാൽ തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ്, 2026 നിങ്ങൾ മസ്റ്റ് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതെല്ലായിടത്തും MGH എന്നുള്ളൊരു സംഭവമാണ്, മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ, അതൊക്കെ ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാനുള്ളതാണ്, പക്ഷേ ഇവിടെ ഹൈറ്റ് കല്ല് ടവറിൻ്റെ മുകളിൽ നിന്ന് എറിയുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ആ ഹൈറ്റൊക്കെ നിങ്ങൾ ആ രീതിയിൽ എടുക്കുക, ഗ്രാവിറ്റേഷൻ എടുക്കുക ആക്സിലറേഷന് പകരം. ഓക്കെ, ദെൻ ഇതൊക്കെ ഒരു നീറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പറ്റുമോ ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. ദെൻ അതിനകത്ത് ഇതൊക്കെ ആ കാറ്റഗറി തന്നെയാണ്. പിന്നെ ഇവിടെ ഇത് നിങ്ങൾ സ്പ്രിങ്ങിൻ്റെ കേസിലെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി, മുകളിൽ പൊട്ടൻ കൊട്ട ഇങ്ങനെ വെച്ചു, അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി കണ്ടില്ലേ, കൈനറ്റിക് എനർജി താഴേക്ക്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അതിനകത്ത് സ്പ്രിങ്ങിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നീട് ഇതിനകത്ത് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്പ്രിങ് എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി എന്താണ്, അതിനകത്ത് ഇൻക്രീസ് ചെയ്യാണ്, അത് കംപ്രസ് ചെയ്യുമ്പോഴും സ്ട്രെച്ച് ചെയ്യുമ്പോഴും എല്ലാം. പിന്നീട് അതിനകത്ത് ഇത് വീഴുന്ന ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിയുടെ ഡയഗ്രാം, എനർജി വേഴ്സസ് ഹൈറ്റ് ചോദിക്കാം. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് വേണമെങ്കിൽ ന്യൂമറിക്കൽ സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. എനർജി പവർ ഇൻറ്റു ടൈം വെച്ചിട്ട് വളരെ സിമ്പിളാണ്, അവിടെ എനർജി തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, ടൈമിനെ പക്ഷേ സെക്കൻഡിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇതിനകത്ത് കൊളിഷൻ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, 5 സ്റ്റാർ ആണ്. കൊളിഷന് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്, ഇലാസ്റ്റിക് ഇനിലാസ്റ്റിക് വ്യത്യാസം, അതിനകത്ത് സംഭവങ്ങളൊക്കെ ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലാസ്റ്റിക് പഠിച്ചു വെച്ചോളൂ. പിന്നെ ഇത് ഭയങ്കര 5 സ്റ്റാർ ഞാൻ പറയുന്നില്ല, ഒരു വേണമെങ്കിൽ എക്സാം ടഫായി കഴിഞ്ഞാൽ ഈ രീതിയിലും അതിനകത്ത് വരാം. ലോസ് ഇൻ കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിക്കാം. പിന്നെ പവർ യൂണിറ്റ് ഡയമെൻഷനൊക്കെ നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഇതിനകത്ത് അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ. പിന്നെ പവർ വെച്ചിട്ട് നമ്മൾ വർക്ക് ബൈ ടൈം ചെയ്തിട്ട് ഒരു ന്യൂമറിക്കൽ ഉണ്ട്, അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല, പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ.
പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷനിലോട്ട് ഞാൻ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ടോർക്ക് പറഞ്ഞ സംഭവം. പിന്നെ ബാലറ്റ് ഡാൻസിങ്ങിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗുലാർ വെലോസിറ്റി വെക്ടറാണ് അതിനകത്ത് സംഭവങ്ങൾ. പിന്നെ കൈനറ്റിക് എനർജിയുടെ റൊട്ടേഷന്, പിന്നെ അതിൻ്റെ ന്യൂമറിക്കലാണ് ഇവിടെ. ഇത് ഈ ന്യൂമറിക്കൽ കുറച്ച് ടഫ് ഉണ്ടാകും, പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് 2025 റീസെൻറ്റ് ചെയ്താണ്, അപ്പോൾ അതുകൊണ്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് ടോർക്ക് എന്താണ്, ആംഗുലാർ മൊമെൻറ്റം എന്താണ്, റിലേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് റിലേഷനുമായി ബന്ധപ്പെട്ട് ഡെറിവേഷൻ. പിന്നെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ മാസ്, ടോട്ടൽ മാസ് അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് സപ്പോസ് ചെയ്യുന്ന പോയിന്റ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 4 സ്റ്റാർ കാറ്റഗറിയാണ്, പഠിക്കാണ്ട് പോകേണ്ട. ഇതിപ്പോൾ റീസെൻറ്റ് മോഡലിന് വരെ ചോദിച്ചതാണ്, ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാം. പിന്നെ ഇതിനകത്ത് ടോർക്ക്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷനും ആംഗുലാർ മൊമെൻറ്റവും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണിത്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വയ്ക്കുക, വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് കാറ്റഗറിയാണ്. പിന്നെ ഇതിനകത്ത് ഇതും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ന്യൂമറിക്കലാണ്. എക്സാം ടഫായി കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ അത് ഇതിൻ്റെ ന്യൂമറിക്കൽ ഞാനിവിടെ സോൾവ് ചെയ്ത് ആൻസർ അടക്കം എത്തിയിട്ടുണ്ട്. പിന്നെ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 5 സ്റ്റാർ ആണ്, 1 മാർക്ക് ഉള്ളുവെങ്കിലും ആംഗുലർ വെലോസിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു 3 സ്റ്റാർ കാറ്റഗറി ഒക്കെ പറയാം. ഇത് ഞാൻ പറഞ്ഞു ഒരു 5 സ്റ്റാറിലോട്ട് വരുന്ന 4 സ്റ്റാർ 5 സ്റ്റാർ ആണ് നേരത്തെ പറഞ്ഞ സംഭവം. പിന്നെ ഇതിനകത്ത് ഫോഴ്സിൻ്റെ അനലോഗ് എന്താണ്, ടോർക്കാണ്, അതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ ഇതൊരു ന്യൂമറിക്കലാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. പിന്നീട് ഇതിനകത്ത് ഡോർ ഹാൻഡിൽ, ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംഭവം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ വേണമെങ്കിൽ ചോദിക്കാം, നോക്കി വെച്ചോളൂ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഓരോന്നിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഒക്കെ നോക്കി പോയിക്കോളൂ. mr²/2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. റിങ്ങിൻ്റെ റോഡിൻ്റെ ml²/12 ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സംഭവങ്ങൾ അതെല്ലാം നമ്മൾ പറഞ്ഞു. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് നിങ്ങൾ നോക്കി വെക്കട്ടോ. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് അതിനകത്ത് എന്താണ്, ടോർക്കാണ്. പിന്നീട് അതെപ്പോഴാണ് 0 ആവുക എന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നീട് അതിനകത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ചോദിച്ചിട്ടുണ്ട്. ടോർക്ക് കാണാനാണ് ഐജെയൊക്കെ വെച്ചിട്ട് r×f നമ്മൾ ചെയ്യണം. അപ്പോൾ r അവിടെ തന്നിട്ടുണ്ട്, f അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് എന്ത് വരുന്നത്, നമുക്ക് ഇതെല്ലാം വന്നത് തന്നെയാണ് വീണ്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷന് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊരു ഡിസ്കിൻ്റെ കേസല്ലേ. അതെ. അപ്പോൾ mr²/2 വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. mk² വെച്ചിട്ട് k ചെയ്തു. പിന്നെ ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് സംഭവങ്ങൾ. പിന്നെ ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലോട്ടാണ്. ഇനി സോളിഡ്സ് ഫ്ലൂയിഡ്സ് അങ്ങോട്ടേക്കുള്ളത് ഞാൻ എന്ത് ചെയ്യാം, അടുത്ത ഒരു പാർട്ടായിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോക്ക് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ പറയൂ. എന്തായാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെന്ന്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പോൾ കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകാനേ നമുക്ക് പറ്റുള്ളൂ. മറ്റത് എത്രമാത്രം ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.